ആറ്റുകാൽ പൊങ്കാല അർപ്പണത്തിന് തുടക്കമായി. പണ്ടാരടുപ്പിൽ നിന്നും തീ പകർന്നു. ലക്ഷക്കണക്കിന് ഭക്തരാണ് നിവേദ്യം അർപ്പിക്കുന്നത്. തത്സമയ വിവരങ്ങളുമായി സ്മിത ഹരിദാസ്, മേഘന മുരളി, സൂര്യഗായത്രി, വർഷ വിജയൻ, ലിഡിയ ജേക്കബ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സ്മിത ഹരിദാസിലേക്കാണ് പോകുന്നത്. സ്മിത, അങ്ങേയറ്റം ഭക്തിസാന്ദ്രമായ ഹൃദയങ്ങൾ നിറഞ്ഞു തൂവുന്ന മനസ്സുമായി ഭക്തലക്ഷങ്ങൾ അവിടെ കാത്തിരിപ്പിലാണല്ലേ സ്മിത? ഹാഷ്മി, നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേവിയുടെ നടയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ 2 മണിക്കാണ് പൊങ്കാല എല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം ഭക്തർ ദേവി ദർശനത്തിനായിട്ട് ക്ഷേത്രനടയിൽ ക്യൂ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഇന്നിപ്പോൾ വളരെ നേരത്തെ തന്നെ നടയടയ്ക്കും. 3:10 നടയടച്ചാൽ പിന്നെ 7 മണിക്കാണ് നട തുറക്കുക. ചന്ദ്രഗ്രഹണം പ്രമാണിച്ചാണത്. അപ്പോൾ അതുകൊണ്ട് അതിനു മുൻപായിട്ട് എല്ലാവരും ഒരിക്കൽ കൂടി ദേവി ദർശനത്തിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പൊങ്കാല നിവേദ്യത്തിനുള്ള എല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു. 2:10 കൃത്യം 2:10 ശ്രീകോവിലിൽ നിന്ന് തീർത്ഥജലം കൊണ്ടുവന്ന് പണ്ടാര അടുപ്പിൽ അവിടുത്തെ പൊങ്കാലയിൽ തളിച്ച് കഴിയുമ്പോൾ ആ നിവേദ്യത്തിന് തുടക്കമാകുന്നു. പിന്നീട് എല്ലാ നിവേദ്യ കലങ്ങളിലെ എല്ലാ പൊങ്കാല കലങ്ങളിലേക്കും 350ഓളം പൂജാരിമാരുണ്ട്. അവർ കൊണ്ടുപോയിട്ട് തീർത്ഥം തളിക്കുന്നതിലൂടെ അപ്പോഴാണ് ഈ പൊങ്കാല നിവേദ്യം പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുത്തിയോട്ടത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ. അവർ 7 ദിവസമായിട്ട്, അതായത് 3-ാം ദിവസം കാർത്തിക നാളിൽ ദേവിക്ക് കാപ്പ് കെട്ടി കുടിയിരുത്തുന്നു. അതിനുശേഷം 3-ാം നാൾ മുതൽ 7 ദിവസത്തേക്ക് വ്രതാനുഷ്ഠാനങ്ങളോടെ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവർ ഇത്തവണ 581 കുട്ടികളാണുള്ളത്. അവർ ഓരോ ദിവസവും ഒരു കൃത്യസമയത്ത് 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി എനിക്ക് തിരുത്തി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അച്ഛനമ്മമാരെ പിരിഞ്ഞാണ് ഇരിക്കുന്നത്. ക്ഷേത്രത്തിൽ തന്നെയാണ്, അവിടെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കെട്ടിടത്തിലാണ് അവർ താമസിക്കുക. അവർ ഓരോ ദിവസങ്ങളിലും ഒരു പ്രത്യേക സമയത്ത് വന്ന് ക്ഷേത്രകുളത്തിൽ കുളിച്ച് അവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇതാ ചെറു കിണ്ടിയിൽ വെള്ളവുമായിട്ടാണ് അവർ പോകുന്നത്. അത് അവിടെ അവരെ കൊണ്ടുവയ്ക്കും. അവർ ഒരുപാട് മന്ത്രജപങ്ങളും ധ്യാനങ്ങളുമായിട്ടാണ് അവരിയ്ക്കുന്നത്. 7 ദിവസം കുത്തിയോട്ടം അതായത് ദേവിയുടെ അനുഗമിക്കുന്ന പടയാളികളായിട്ടാണ്, അനുഗമിക്കുന്ന പടയാളികളായിട്ടാണ് സങ്കല്പം. 12 വയസ്സിനകത്തുള്ള കുട്ടികളെയാണ് നമ്മൾ സാധാരണയായി കുത്തിയോട്ടത്തിന് നിർത്തുന്നത്. അപ്പോൾ ഈ 7 ദിവസം കൊണ്ട് 1008 നമസ്കാരം പൂർത്തിയാക്കി ഇന്ന് ദേവി പുറത്തെഴുന്നേൽപ്പിനോടൊപ്പം ഇവരെ അനുഗമിക്കുന്ന പടയാളികളായിട്ടാണ് അവര് ചൂരൽ കുത്തി അങ്ങനെയാണ് പുറത്തെഴുന്നള്ളത്. അപ്പൊ ഇന്ന് രാത്രിയാണ് അത് ദേവി പുറത്തേക്ക് 7 മണിക്കാണ് സമയം. 7 മണി കഴിഞ്ഞ് നട തുറന്നതിന് ശേഷം പുറത്തെഴുന്നള്ളപ്പ് തുടങ്ങും. അപ്പോൾ അതാണ് കുത്തിയോട്ടം. അതാണ് നമ്മൾക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം പറഞ്ഞു തന്നെ. അപ്പോൾ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളൊക്കെ ഇങ്ങനെ ഒരു വശത്ത് അവരെ ഈ സമയത്ത് കാണാനായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ ചിലർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അച്ഛനമ്മമാരെ കാണാതിരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അവരെ കാണാനായിട്ട് വന്ന് നിൽക്കുന്നു. അത് പലതരത്തിൽ സന്താനലബ്ധിക്ക് വേണ്ടി, സർവൈശ്വര്യങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നേർന്നിട്ടാണ് ഈ കുട്ടികളെ ഇങ്ങനെ ഈ 7 ദിവസം എടുത്തു പറയാനുള്ളത്. ഇത് ഈ നേർച്ച കഴിയുന്ന കുട്ടികൾ പ്രത്യേക ഒരു ചിട്ടയിലോട്ട് വരും. എൻ്റെ മകൻ അങ്ങനെ ആയി ആ ദീപാരാധനയിലും ദൈവസങ്കല്പത്തിലും വിശ്വാസത്തിലൊക്കെ ഒരു പ്രത്യേക ഒരു ഘട്ടത്തിലോട്ട് അവർ ആകും, ഓട്ടോമാറ്റിക്കലായിട്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഹാഷ്മി. അത് അനുഭവസ്ഥർ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. കുട്ടികൾക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുന്നുണ്ട്. കൃത്യനിഷ്ഠയോടുകൂടി 7 ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നമസ്കാരങ്ങൾ പൂർത്തിയാക്കി പോകുന്ന കുട്ടികൾക്ക് ആ ഒരു ചിട്ടയുണ്ടാകുന്നു. നമ്മൾക്ക് ഒരു വശത്ത് കാണാം ഭക്തർ ഇപ്പോഴും ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് ഒരു വശത്ത്. അതോടൊപ്പം തന്നെ ഇന്ന് ബാലികമാർ, 10 വയസ്സിൽ താഴെയുള്ള ബാലികമാർ കാത്തിരിപ്പിലാണ്. ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥനാഭരിതമായ മനസ്സോടെ അവർ കാത്തിരിക്കുകയാണ് അവിടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.